വിശുദ്ധ ഹിൽഡേഗാർഡ്സ് മെത്രാന്മാരുടെയും രാജാക്കന്മാരുടെയും വിദഗ്ധ ഉപദേശകനായിരുന്നു. സംഗീതജ്ഞയും ശാസ്ത്രജ്ഞയും വേദപാരംഗതയും ആയിരുന്നു അവർ. കത്തോലിക്കാ സഭയിലെ 4 വനിതാ വേദപാരംഗതരിൽ ഒരാളാണ് ഈ വിശുദ്ധ. മറ്റു 3 പേർ സിയന്നയിലെ വിശുദ്ധ കാദ്രയിൻ, ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ, വിശുദ്ധ കൊച്ചു ത്രേസ്യ എന്നിവരാണ്. സിയന്നയിലെ വിശുദ്ധ കാദ്രയിൻ പാപ്പാമാരെ പോലും നയിക്കുവാൻ കഴിവുള്ള വിജ്ഞാനമുള്ളവളായിരുന്നു. ക്രിസ്തുവിനെ ഈ വിശുദ്ധ വിളിച്ചത് തൻ്റെ ഉള്ളിൽ സദാ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അണയാത്ത തീപ്പന്തമായിട്ടാണ്. അക്ഷരാർത്ഥത്തിൽ ആത്മാവിന് തീ പിടിച്ച വിശുദ്ധിയായിരുന്നു വിശുദ്ധ കാദ്രയിൻ. തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും ആഴത്തിൽ പഠിച്ചിരുന്ന അവർ സാധാരണക്കാരോടൊപ്പം ചേരുമ്പോൾ അവരുടെ ദാസരുടെ ദാസിയായി മാറി. റോമായിൽ പ്ലേഗ് എങ്ങും പടരുമ്പോൾ അവരെ വിട്ടുമാറാതെ രാവും പകലും ശുശ്രൂഷകയായി വിശുദ്ധ നിന്നു. രോഗി ശുശ്രൂഷ നടത്തുന്നതോടൊപ്പം തന്നെ മരണാസന്നരെ മരണത്തിനൊരുക്കുകയും മരണപ്പെട്ടവരെ അടക്കുവാൻ കുഴിമാടം നിർമ്മിക്കുന്നവരോടൊപ്പം ചേരുകയും പോലും ചെയ്തു അവർ. ഇതോടൊപ്പം ജയിൽ പുള്ളികളുടെ നിരന്തര സന്ദർശകയുമായിരുന്നു ഈ വിശുദ്ധ. സഭയുടെ നവോത്ഥാനത്തിൽ വിശുദ്ധ കാദ്രയിൻ വഹിച്ച പങ്ക് നിസ്സാരമല്ല. പാപ്പായുടെ അവിഞ്ഞോൺ പ്രവാസകാലം അവസാനിപ്പിക്കുവാൻ ഏറ്റവും അധികം ശ്രമിച്ചത് വിശുദ്ധ കാദ്രയിനാണ്. വിശുദ്ധ കാദ്രയിൻ സഭാംഗങ്ങളോട് ഇങ്ങനെ ആഹ്വാനം ചെയ്തു: നിങ്ങൾ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്തോ അതായി നിങ്ങൾ മാറുകയാണെങ്കിൽ നിങ്ങൾ ഭൂമി മുഴുവൻ കത്തിജ്വലിപ്പിക്കും. കാദ്രയിൻ തൻ്റെ 100 കണക്കിന് ലൈറ്ററുകളിൽ ഒന്നിൽ എഴുതി: ഞാൻ മരിക്കുകയാണെങ്കിൽ അത് ക്രിസ്തുവിനോടും സഭയോടുമുള്ള തീക്ഷ്ണ സ്നേഹത്താലായിരിക്കും. വിശുദ്ധ കാദ്രയിൻ്റെ അന്ത്യമൊഴിയും ഏറെ ഹൃദ്യമാണ്: നീ തന്നതല്ലാതെ ദൈവമേ എനിക്കൊന്നും തിരികെ തരാനില്ല.